കായംകുളം മണ്ഡലത്തിൽ മഴക്കാലപൂർവ്വ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനും കെടുതികൾ പ്രതിരോധിക്കുന്നതിന് കൂടുതൽ ജാഗ്രത പുലർത്തുന്നതിനും അടിയന്തര യോഗം ചേർന്നതായി പ്രതിഭ എം.എൽ.എ. അറിയിച്ചു. ജാഗ്രതാ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുവാൻ യോഗം തീരുമാനിച്ചുവെന്നും തടസ്സങ്ങൾ നീക്കി തോടുകളിലെയും കനാലുകളിലെയും നീരൊഴുക്ക് സുഗമമാക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്കും നിർദ്ദേശം നൽകിയെന്നും എം.എൽ.എ. പറഞ്ഞു. കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ മഴക്കാലപൂർവ്വ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനും കെടുതികൾ പ്രതിരോധിക്കുന്നതിന് കൂടുതൽ ജാഗ്രത പുലർത്തുന്നതിനുമായി തന്റെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ എന്നിവരുടെ അടിയന്തര യോഗം ചേർന്നതായി അഡ്വക്കേറ്റ് പ്രതിഭ എം.എൽ.എ. അറിയിച്ചു. നഗരസഭാ പ്രദേശത്തും മണ്ഡലത്തിലെ 6 ഗ്രാമപഞ്ചായത്തുകളിലും കൂടുതൽ ജാഗ്രതാ പ്രവർത്തനങ്ങൾ ശക്തമാക്കുവാൻ യോഗം തീരുമാനിച്ചതായും എം.എൽ.എ. പറഞ്ഞു. തടസ്സങ്ങൾ നീക്കി തോടുകളിലെയും കനാലുകളിലെയും നീരൊഴുക്ക് സുഗമമാക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മേജർ മൈനർ ഇറിഗേഷൻ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകി. ശുദ്ധജല ലഭ്യത ഉറപ്പാക്കാൻ വാട്ടർ അതോറിറ്റിക്കും മണ്ഡലത്തിലെ മുഴുവൻ ആരോഗ്യ കേന്ദ്രങ്ങളിലും അവശ്യ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പിനും നിർദ്ദേശം നൽകിയതായും എം.എൽ.എ. പറഞ്ഞു. വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടാൽ എത്രയും വേഗം വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശം KSEBക്ക് നൽകിയിട്ടുണ്ടെന്നും എം.എൽ.എ. പറഞ്ഞു. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും കൂടുതൽ സേവനം ഉറപ്പാക്കും. അപകടകരമായ നിലയിൽ നിൽക്കുന്ന വൃക്ഷങ്ങളും ശിഖരങ്ങളും മുറിച്ചുമാറ്റും. ആവശ്യമെങ്കിൽ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് കൺട്രോൾ റൂമുകൾ ആരംഭിക്കാനും തീരുമാനിച്ചതായി പ്രതിഭ എം.എൽ.എ. പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നതിനുള്ള ആവശ്യകതയുണ്ട് എങ്കിൽ അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് അവരുടെ പരാതി അറിയിക്കുന്നതിന് താലൂക്ക് തലത്തിൽ കൺട്രോൾ റൂം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അവ ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിച്ച് പരിഹാരം കാണുന്നതിനായി സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും എം.എൽ.എ. പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, കാർത്തികപ്പള്ളി മാവേലിക്കര തഹസിൽദാർമാർ, BDOമാർ, മെഡിക്കൽ ഓഫീസർമാർ, വൈദ്യുതി, വാട്ടർ അതോറിറ്റി, ജലസേചനം, ഫയർഫോഴ്സ്, പോലീസ്, പൊതുമരാമത്ത്, നിരത്ത് വിഭാഗം, മൃഗസംരക്ഷണം, കൃഷി തുടങ്ങിയ വകുപ്പുകളുടെ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും എം.എൽ.എ. പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.